എല്ലാ പ്രേക്ഷകർക്കും ഡബിൾ ഹോഴ്സ് ഈസി കുക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഡിഷ് ഒരു പ്രോൺസിൻ്റെ ആണ്. ഒരു നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ഒരു പ്രോൺസ് മസാലയാണ് ചിങ്കാക്ക തർക്കാരി. എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. ചിങ്ക അതായത് പ്രോൺസ് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ മാറ്റിയത്. വറുത്ത സവാളയുടെ പേസ്റ്റാണിത്. ഇത് അണ്ടിപ്പരിപ്പ് വറുത്തതിൻ്റെ പേസ്റ്റാണ്. മല്ലിയില, തക്കാളി, ഉപ്പ്, ഇഞ്ചി, ഗരം മസാല പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, റിഫൈൻഡ് ഓയിൽ, ഇവയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഡിഷിന് വേണ്ട ചേരുവകൾ. നമുക്കിനി അത് കുക്ക് ചെയ്യാം. ഓയില് നമ്മൾ പ്രോൺസ് കൊണ്ട് പല ഡിഷുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം പ്രോൺസ് നമ്മുടെ നാടൻ രീതിയിൽ നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്ത അണ്ടിപ്പരിപ്പ് അരച്ചൊരു ഡിഷാണ്. ചേരുവകൾ ചേർക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞു. ഇഞ്ചി അരച്ചത്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതിലേക്ക് നമ്മുടെ ഈ പ്രോൺസ്, ചിങ്ക, തക്കാളി, അല്പം ഗരം മസാല, ഇനി അതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഈ സവാള വറുത്ത് അരച്ചേക്കുന്നതാണ്. പിന്നെ നമുക്കിത് വേകാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില അരിഞ്ഞത് കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സവാള ഒന്ന് വറുത്തരയ്ക്കണം, അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തരയ്ക്കണം. ഇനി തിളച്ച ഒന്ന് ഈ ചാറൊന്ന് പറ്റി നമ്മുടെ ഈ പ്രോൺസ് അത് കുക്കാണ്. അതിനുവേണ്ടി അടച്ചു വെക്കാം. അപ്പം ഇന്നത്തെ വളരെ സ്പെഷ്യാലിറ്റി ഡിഷായ ചിങ്കാക്ക തർക്കാരി ഏകദേശം കുക്കായെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഹോളി കൂടി വരുന്ന ആവിക്കകത്ത് ആ പ്രോൺസും ആ വറുത്ത സവാളയും കൂടിയൊക്കെ ഉള്ള മണം എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. യെസ്, നല്ലൊരു ഫ്ലേവറാണ്. നമ്മുടെ ഈ ചിങ്കാക്ക തർക്കാരി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ചേർക്കേണ്ട നമ്മുടെ ഈ കാഷ്യൂനട്ട് വറുത്തരച്ചതാണ്. വീണ്ടൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ അണ്ടിപ്പരിപ്പ് വറുത്തരച്ച് ചേർക്കണമെന്നില്ല. കാരണം അല്ലാതെ തന്നെ നല്ല റിച്ച് ആൻഡ് തിക്ക് ഗ്രേവിയാണ്. പക്ഷെ അതുകൂടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റിച്ച്നെസ് കൂടുകയാണ്. റൊട്ടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയും എന്തിന് നമ്മുടെ പാലപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ അരിപ്പത്തിരിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പം നല്ല മണവും നല്ല രുചിയും ഒക്കെ ഉള്ളൊരു ഡിഷാണ് നമ്മുടെ ഈ ചിങ്കാക്ക തർക്കാരി. അപ്പം നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ മേലോട്ട് ഇച്ചിരി മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കണ്ടുവല്ലോ, ഈസി കുക്കിൽ കൂടി വളരെ നല്ലൊരു ഡിഷാണ് നമ്മൾ ചെയ്തേക്കുന്നത് ചിങ്കാക്ക തർക്കാരി. ഈസി കുക്ക്, ഇറ്റ്സ് സോ ഈസി, സോ സിമ്പിൾ.